നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ഇന്നലെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതാണ്, ഒരു റിക്കവർ. അതായത് മാർക്കറ്റ് അത്തരത്തിലൊരു കണ്ടീഷനിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത് കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് തന്നെ ഇന്നലെ വളരെയധികം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇന്നലെയും അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ പാളിയതുകൊണ്ട്, അതായത് നമ്മൾക്ക് പ്രതീക്ഷിച്ചത് നടന്നില്ല. അതുമാത്രമല്ല, പക്ഷേ പ്രതീക്ഷിച്ചത് നടക്കില്ല. എന്നിരുന്നാലും രാവിലെ അപ്രതീക്ഷിതമായ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റിങ്ങിൽ പിന്നീട് നമ്മൾ ചെയ്യുന്നതെല്ലാം വിരുദ്ധമായി വരും എന്നുള്ള ഒരു ഭയം കൊണ്ടും അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും കൂടുതൽ ട്രേഡുകൾ ഇന്നലെ എടുക്കാൻ നിന്നില്ല. ഒരു 4 ട്രേഡ് എടുത്തതിൽ 2 നല്ല പ്രോഫിറ്റായി. അതോടുകൂടി സംഗതി നിർത്തി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ട്രേഡുകളും 5-6 മറ്റും ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രോഫിറ്റിലാണ്. ഇന്ന് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കൂ, ഒരു ബുള്ളിഷ് ഹറാമി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്, അല്ലേ? ബുള്ളിഷ് ഹറാമി ക്യാൻഡിൽ ഫോമായി. ഇനി തീർച്ചയായും ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വന്ന് ടച്ച് ചെയ്ത് താഴെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അത്ര തന്നെ പോയില്ലെങ്കിലും കൂടെ ഈ ഒരു ഏരിയ വരെ വന്ന് തിരിച്ചു വരാനായിരിക്കും സാധ്യത എന്നാണ് നമ്മുടെ കണക്കൂട്ടലുകൾ. നമ്മുടെ കണക്കൂട്ടലുകൾക്ക് എന്നും അനുകൂലമായി നടന്നോളണമെന്നില്ല. പക്ഷേ നമുക്ക് പറയാം, എത്ര ഇതിൻ്റെ ലൈൻ കളറൊന്ന് മാറ്റിയാലാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ. നീല കളറാക്കി 25,300. ഇന്ന് 25,013 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 25,044. ഇനി ഒരു 250 പോയിൻ്റ് കൂടിയേ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കൂ, ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടെ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഇനി താഴത്തേക്ക് വരാം, അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായി മാറും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്ത ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് താഴെ വരണം. പക്ഷേ ഇന്നലെ അത് നമുക്ക് നടന്നില്ല. ഇന്നലെ നേരെ വീണ്ടും താഴെ തന്നെയാണ് വന്നത്. പക്ഷേ അത് ഇന്ന് തിരിച്ചു കയറി. ഇനി തീർച്ചയായും ഒരു 200-250 പോയിൻ്റ് കൂടെ മേലെ പോയതിന് ശേഷമായിരിക്കും താഴെ വരിക. ഒരു ബുള്ളിഷ് ഹറാമി ക്യാൻഡിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും മേലെ പോകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ഇന്നലെ പറഞ്ഞ രീതിയിൽ 1 അവർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിലിൽ 24,920 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാം. അതാണല്ലോ പറഞ്ഞത്. കൃത്യമായി തന്നെ നമുക്കവിടെ ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്, പോയിൻ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഈ ഒരു ലോ, ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഈ ലോയിനെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ച് മുകളിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഈ ലോ 24,700 വരെ 703 വരെ വന്നില്ലെങ്കിലും 24,756 വരെ വന്നു. ഒരു 50 പോയിൻ്റ് ഡിഫറൻറ്റ് എപ്പോഴും നമുക്ക് 10-30 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. ഏതായിരുന്നാലും നമ്മുടെ പ്രഡിക്ഷൻ വളരെ, അല്ലെങ്കിൽ അനാലിസിസ് വളരെ 100% കറക്റ്റ് അല്ലെങ്കിലും ഒരു ഏകദേശം അതിനോടൊപ്പം എത്തി എന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ,
ഇനി അഥവാ ഇതിന് പിന്നെ ബ്രേക്കൗട്ട് നടത്തിക്കൊണ്ട് താഴെ വരികയാണെങ്കിൽ 24,700 താഴെ എടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ അത് സംഭവിച്ചില്ല. നമുക്ക് മുകളിലേക്കാണ് എൻട്രി കിട്ടിയത്. നമുക്ക് സുന്ദരമായിട്ട് ഇവിടെ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ഈ ക്യാൻഡിൽ തന്നെ നമുക്ക് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കൂ, ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ശേഷം നേരെ താഴെയാണല്ലോ വന്നത്. തിരിച്ച് കയറുന്ന സമയത്ത് ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ 1 അവർ നോക്കുമ്പോഴും ഈ ക്യാൻഡിൽ തന്നെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് റീടെസ്റ്റിന് വേണ്ടി കാത്തു നിന്നു. റീടെസ്റ്റ് നടത്തി തിരിച്ച് കയറി. പക്ഷേ ഇത് റെഡ് ക്യാൻഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ എൻട്രി എടുക്കാൻ പാടില്ല. എൻട്രി എടുത്തില്ല. നമുക്ക് തിരിച്ച് ഈ ഒരു ക്യാൻഡിൽ, അതായത് 1:30 മണി നേരത്തെ ക്യാൻഡിലാണ് നമുക്ക് എൻട്രി എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ 78-80 പോയിൻറ്റിൻ്റെ റാലി. ഓക്കെ, ഏതായിരുന്നാലും ചെറിയ പ്രോഫിറ്റെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മൾ 25,140 വരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 25,050 വരെ വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതായിരുന്നു ഇന്ന് സംഭവിച്ചത്. ഇനി നമുക്ക് നാളെ എങ്ങനെ നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാം എന്ന് നോക്കുന്നതിന് മുമ്പ് ബാങ്ക് നിഫ്റ്റി നോക്കാം. നമ്മുടെ ലൈനുകൾ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലാണ് പറഞ്ഞിരുന്നത്. 51,263 താഴെ. സോറി, ഇത് ഇന്നലെ സേവ് ചെയ്യാത്തതുകൊണ്ട് ഇന്നലെ നോക്കൂ. നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് താഴെ വന്ന് ഈ ഒരു സപ്പോർട്ട്, അതായത് ഇന്നലെ ലോ വെച്ച സപ്പോർട്ട് 50,330 വന്ന് ടച്ച് ചെയ്തായിരിക്കും തിരിച്ചു പോവുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, താഴെ വന്നു. 50,330 വന്നില്ലെങ്കിലും 50,466 വരെ വന്നു. ഏകദേശം ഒരു 10-70 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഏതായിരുന്നാലും നമുക്ക് ആ ഒരു തരത്തിൽ തന്നെ വന്നു. നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി പറഞ്ഞത് ഇവിടെയാണ്. അതായത് ഈ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് സേവ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ലൈനെ താഴേക്ക് പിടിച്ച് വലിച്ചത്. 50,680 മുകളിൽ, 50,650 680 മുകളിൽ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നോക്കുമ്പോൾ 680 മുകളിൽ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം എന്നാണ് പറഞ്ഞത്. നോക്കുക, നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിലേക്ക് നോക്കുമ്പോഴും 50,680 താഴെ 50,330 വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റീടെസ്റ്റ് നടത്തി നമുക്ക് തിരിച്ച് കയറുന്ന സമയത്ത് എൻട്രി ലഭിച്ചു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 400 പോയിൻറ്റിൻ്റെ സുന്ദരമായ റാലി നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചിട്ടുണ്ട്, ലഭിക്കാൻ സാധ്യതയുണ്ട്. എത്ര ആളുകൾ അത് പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ടാകും എന്നുള്ളത് പറയാൻ വയ്യ. ഓക്കെ, ഏതായിരുന്നാലും 50,680 മുകളിലാണ് എൻട്രി പറഞ്ഞത്. അതനുസരിച്ച് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ രൂപത്തിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ശേഷം താഴെ വന്നു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന സമയത്ത് ഇന്നലെ 1 അവർ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്ത ആ ക്യാൻഡിലിൻ്റെ എൻഡിൽ തന്നെ നമുക്ക് എൻട്രി 50,680 മുകളിൽ എൻട്രി എടുത്തു, തിരിച്ച് മുകളിലേക്ക് പോയി. അതേസമയം കണ്ടിന്യൂ താഴെ തന്നെ സപ്പോർട്ട് എടുക്കാതെ താഴെ തന്നെ വരികയായിരുന്നെങ്കിൽ 50,330 താഴെ നിങ്ങൾക്ക് എൻട്രി എടുത്ത് വരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 49,680 വരെ വാച്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും അത് നമുക്ക് പോസിബിളായില്ല. അതേസമയം ഇവിടെ 51,260 വരെയാണ് നമുക്ക് വാച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നമുക്കിവിടെ ഇന്ന് ബാങ്ക് നിഫ്റ്റി 51,170 വരെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിൽ നോക്കുക, ഒരു 70-78 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ്. ഓക്കെ, അത് സ്വാഭാവികമാണ്. ഏതായിരുന്നാലും ഇന്നലെ പറഞ്ഞ കണക്കനുസരിച്ച് ട്രേഡ് എടുത്തവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നാളെ എങ്ങനെ ട്രേഡ് എടുക്കാം ബാങ്ക് നിഫ്റ്റിയിലും എന്നുള്ളത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്, ബുള്ളിഷ് അറാമി ക്യാൻഡിൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. നാളെ ഈ ഒരു ലൈന് എന്ന് പറയുമ്പോൾ 51,550 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ലെവലുകൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ
നമുക്ക് എടുക്കാനുള്ള ലെവലുകൾ നാളെ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് പോകാം. നോക്കൂ, 51,180 മുകളിൽ 51,180 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പോകാം. 51,600 വരെ 51,600 വരെ നമുക്ക് വാച്ച് ചെയ്യാം. താഴത്തേക്കാണ് വരുന്നതെങ്കിൽ, സ്ലൈറ്റ്ലി താഴെയാണ് വരുന്നതെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുത്ത് വരാൻ പറ്റും. നോക്കൂ, 50,900 താഴെ 50,900 താഴെ നമുക്ക് എൻട്രി എടുത്ത് വരാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുവരെ വാച്ച് ചെയ്യാൻ പറ്റും. നോക്കൂ, 50,400 വരെ. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നമുക്ക് ട്രേഡിങ്ങിനുള്ള ഒരു സെറ്റപ്പ്. അത് നിങ്ങൾ 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കി ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റിയിട്ട് ആ 15 മിനിറ്റ് ക്യാൻഡിൽ റീടെസ്റ്റ് നടത്തിയിട്ട് കയറുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോവാം. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്വിങ് വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിൻ്റെ ഹൈയിൽ നിന്ന് 25,150 മുകളിൽ എടുത്താൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടലുകൾ. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് 25,050 വരെ വാച്ച് ചെയ്യാം. 25,250 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. 25,150 മുകളിൽ എൻട്രി എടുത്താൽ ഓക്കെ. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുത്ത് വരാം. 24,880 താഴെ 24,880 താഴെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 24,720 വരെ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് നടത്തിയിട്ട് വേണം നിങ്ങൾ പ്രോപ്പറായിട്ട് താഴേക്ക് വരാൻ. ഒരു റീടെസ്റ്റ് നടത്തിയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുമല്ലോ, അപ്പോൾ തന്നെ എൻട്രി എടുക്കാം. ഓക്കെ, അങ്ങനെ ഇതുവരെ വാച്ച് ചെയ്യാം. അതേപോലെ തന്നെ മുകളിലേക്കും എൻട്രി എടുത്തതിന് ശേഷം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് നടത്തും. അതിന് ശേഷം മുകളിലേക്ക് പോകുമ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ എപ്പോൾ ഫോം ആവുന്നു അപ്പോൾ തന്നെ എടുത്ത് മുകളിലേക്ക് പോയാൽ 25,250 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിൽ കൃത്യമായി ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് വാച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഒരു വി ഷേപ്പ് റിക്കവറി കൂടെ ഫോം ആവുന്നുണ്ട്. ഓക്കെ, 25,450 കാണിക്കുന്നത്. നമ്മളത് എന്തായാലും നോക്കണ്ട, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.